മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ലോകത്തെല്ലായിടത്തും ഈശോ നേഴ്സുമാരെ നിയോഗിച്ചിരിക്കുന്നത് ഈ ഒരു വലിയ ദൗത്യം നിറവേറ്റുവാനായിട്ടാണ്. പരിശുദ്ധാത്മാവാണ് ഇതിന് നമ്മെ സഹായിക്കുന്നത്. നേഴ്സിംഗ് പ്രൊഫഷനിലൂടെ ഞങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹം ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് ഷിനോ, വൈഫ് ജൂബി, നാട്ടിലെ സ്ഥലം കോട്ടയം, ദുബായിൽ 4 വർഷമായിട്ട് നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ജീവൻ, നാട്ടിൽ തൃശ്ശൂർ, ദുബായിൽ 3 വർഷമായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഷാജൻ, വൈഫ് ഷെറിൻ, ഞാൻ ദുബായിൽ 2.5 വർഷമായിട്ട് നേഴ്സായി ജോലി ചെയ്യുന്നു. ജീവൻ എങ്ങനെയാണ് ഈ നഴ്സിംഗ് മേഖല തിരഞ്ഞെടുത്തത്? ഞാൻ നഴ്സിംഗ് മേഖല തിരഞ്ഞെടുക്കുന്നത് ജോലിയുടെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ നഴ്സിംഗ് മേഖല തിരഞ്ഞെടുത്തത്. തീരെ ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ഈ നഴ്സിംഗ് മേഖല തിരഞ്ഞെടുത്തത്. അങ്ങനെ ബാംഗ്ലൂരിലാണ് ഞാൻ നഴ്സിംഗ് പഠിക്കുന്നത്. ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിലോ വല്ലപ്പോഴൊക്കെ പോകുള്ളായിരുന്നു. ദൈവമായിട്ട് അത്ര അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവഭയമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും പള്ളിയിലൊന്നും അങ്ങനെ പോകത്തില്ലായിരുന്നു. നാട്ടിൽ വരുമ്പോഴൊക്കെയാണ് മെയിനായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടുത്തെ 4 വർഷം പഠിപ്പ് കഴിഞ്ഞ് പൂനെയിലാണ് ഞാൻ ജോലി ചെയ്തത്. പൂനെയിൽ ഏകദേശം ഒരു 3.5 വർഷത്തോളം ഞാൻ പൂനെയിൽ ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് യാദൃശ്ചികമായിട്ടാണ് ദുബായിൽ ജോലി കിട്ടുന്നത്. 3.5 വർഷം പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ 3 വർഷം ജോലി ചെയ്തിട്ടും ലോണിന് 1 രൂപ പോലും ഞാൻ തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബാങ്കിൽ നിന്ന് 3-4 ജപ്തി നോട്ടീസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മമ്മി എപ്പോഴും വിളിക്കും, മമ്മി ഭയങ്കര വിഷമത്തിൽ സംസാരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന വിഷമത്തിലിരിക്കുന്ന സമയത്താണ് അദൃശ്യമായിട്ട് ദുബായിലെ ജോലി കിട്ടുന്നത്. അങ്ങനെ അത് ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ചായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നത് ദുബായിലേക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നം മൂലം, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ മൂലം ഒറ്റ ഇൻ്റർവ്യൂവും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂകളൊന്നും നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫ് പോലും നമ്മുടെ ദുബായിലേക്ക് വന്നിട്ടില്ല. അത് എനിക്ക് പിന്നീട് മനസ്സിലായി അത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് തന്നെ ആ ജോലി കിട്ടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദുബായിൽ ജോലി കിട്ടി. പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. അങ്ങനെ ഇവിടെ വന്ന ഒരു 3 മാസം കൊണ്ട് തന്നെ എനിക്കെൻ്റെ ലോണിൻ്റെ അടച്ചു തീർക്കാൻ സാധിച്ചു. അതും ഞാൻ ഇത്രയും വർഷമായിട്ട് 3.5 ലക്ഷം രൂപയുടെ അടുത്ത് ലോൺ ഉണ്ടായിരുന്നു. ഇത്രയും വർഷത്തെ പലിശ വരെ അവർ ഇളവ് ചെയ്തു. അവരെൻ്റെ അടുത്ത് ഓഫർ ഇട്ടു. ഞാനിവിടെ വന്ന് 1 മാസമായപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പൈസ അടയ്ക്കുകയാണെങ്കിൽ നിനക്ക് എടുത്ത പൈസ മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 1 മാസം, ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസം ആവുന്നുള്ളൂ, എനിക്കൊരു 6 മാസം തന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്ക് 1 മാസത്തെ അവധി തന്നു. ഒരാഴ്ച എന്നുള്ളത് 1 മാസത്തേക്കുള്ള അവധി തന്നു. അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട്സിൻ്റെ ഒന്നും ഒക്കെ കടം മേടിച്ചിട്ടാണേലും എനിക്കത് അടയ്ക്കാൻ പറ്റി. പിന്നീട് അവർക്കത് കൊടുത്തു. ഷാജൻ എങ്ങനെയാണ് നഴ്സിംഗ് തിരഞ്ഞെടുത്തത്? ഞാനും എല്ലാവരെയും പോലെ തന്നെ +2 കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൻ്റെ ഒഴുക്കും
പിന്നെ വീട്ടുകാരുടെ നിർബന്ധവും നിമിത്തമാണ് ഞാൻ ഈ നേഴ്സിംഗ് മേഖലയിലേക്ക് വന്നു ചേർന്നത്. ഒരിക്കലും ഞാൻ ഒരു നേഴ്സ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നേഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ തുടക്ക കാലഘട്ടങ്ങൾ, ആ സമയങ്ങളിൽ പോലും എനിക്ക് ഈ ഒരു പ്രൊഫഷനോട് ഭയങ്കരമായ വെറുപ്പായിരുന്നു. കാരണം ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പേഷ്യൻസിൻ്റെ ഷൗട്ട് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മളെ കാര്യമില്ലാതെ ഷൗട്ട് ചെയ്യും, അങ്ങനെ, അല്ലെങ്കിൽ രോഗികളുടെ കൂട്ടത്തിലുള്ളവരുടെ വികാരങ്ങളെല്ലാം നമ്മൾ തന്നെ സഹിക്കണം. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ എൻ്റെ സ്വഭാവം എനിക്ക് പെട്ടെന്ന് ക്ഷമിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ഉറപ്പും എനിക്കില്ലായിരുന്നു. അത് കാരണം ഞാനും വളരെ വിഷമിച്ചാണ് ഓരോ ദിവസവും ജോലി വിഷമത്തോടു കൂടിയാണ് ചെയ്ത് തുടങ്ങിയത്. അവിടുന്ന് ഞാൻ ഡൽഹിയിൽ ചെന്നു. ഒന്നും അറിയാതെ, ഒരു നേഴ്സ് എന്ന രീതിയിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവിടെ പക്ഷേ ദൈവം എനിക്ക് തണലും താങ്ങുമായിട്ട് എൻ്റെ സീനിയേഴ്സിനെ എനിക്ക് തന്നു. ഡൽഹിയിൽ നിന്നും മുംബൈയിൽ വന്നു. അവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അവിടെ 2.5 കൊല്ലം ജോലി ചെയ്തു. അവിടെയും എനിക്ക് ദൈവം പ്രത്യേകം കരുതൽ തന്നുകൊണ്ട് സിസ്റ്റർ എൽസേനെ, അവിടുത്തെ കന്യാസ്ത്രീയാണ് സിസ്റ്റർ എൽസയുടെ പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണം, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, അവിടെ കിട്ടിയ നല്ല സുഹൃത്തുക്കൾ, ബോറുവല്ലി പള്ളി, എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകാനായിട്ടുള്ളൊരവസരം ഡ്യൂട്ടിയിൽ നിന്നാണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉള്ളപ്പോഴത്തേക്ക് എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ ഇൻചാർജ് സിസ്റ്ററും എനിക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് മോർണിംഗ് ആക്കി എനിക്ക് ഈവനിങ് പള്ളിയിൽ പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ എല്ലാ മാസവും ഒരു ദിവസം എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന, ഒരു ഹാഫ് ഡേ സെമിനാർ പ്ലസ് കുമ്പസാരം റെഗുലറായിട്ട് എല്ലാ മാസവും ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ വൈദികർ വന്നിരുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ചിലപ്പം ധ്യാന സെൻ്ററുകളിൽ നിന്നും ശുശ്രൂഷയ്ക്ക് വന്നിരുന്നു. അങ്ങനെ ദൈവം എന്നെ പ്രത്യേകമായിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ദുബായിലേക്ക് വന്നത്. ദുബായിൽ വന്നു 2016 ജനുവരിയിൽ ഇവിടെ എത്തി. ജനുവരി 1 ജനുവരി 15 ഞാനിവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചു. ഇപ്പോഴും അതേ ഹോസ്പിറ്റലിൽ തന്നെ 2.5 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവനും ഷാജനും പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമാണ് ഞാനും നഴ്സിംഗ് മേഖല തിരഞ്ഞെടുത്തത്. കർണാടകയിലെ ഹസൻ എന്ന സ്ഥലത്താണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയത്. പപ്പ ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പം നാട്ടിലൊക്കെ നിൽക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അവിടെ പഠിക്കാൻ ചെന്നപ്പോൾ ഭയങ്കര വിഷമവും ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു കസിൻ ബ്രദർ എൻ്റെ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ തന്നെ നമുക്കിവിടെ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് പോയി. അത് ഒരു മലയാളി കൂട്ടായ്മയായിരുന്നു. ശരിക്കും അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ആ വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ആ ഒരു ഒറ്റപ്പെടലൊക്കെ ശരിക്കും മാറിക്കിട്ടിയത്. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉള്ളൊരു കൂട്ടായ്മയായിരുന്നു അത്. പള്ളിയുടെ അണ്ടറിൽ എല്ലാ ആഴ്ചയും പ്രയർ ഗ്രൂപ്പ് ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ പഠനത്തോടൊപ്പം തന്നെ ജീസസ് യൂത്തിലും ആക്റ്റീവായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ പ്രവർത്തിക്കാൻ പറ്റി. ഞാൻ ഇഷ്ടപ്പെടാതിരുന്ന നഴ്സിംഗ് പഠനം ശരിക്കും ഞാൻ അവിടെ വെച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈശോയുമായിട്ട് ശരിക്കും ഒരു ആത്മീയ ബന്ധം തുടങ്ങിയത് ജീസസ് യൂത്തിൽ വന്നതിന് ശേഷമാണ്. 4 വർഷത്തെ നഴ്സിംഗ് പഠനം എല്ലാം കഴിഞ്ഞ് ഞാൻ ജോലിക്കായിട്ട് പോയത് മുംബൈയിലായിരുന്നു. ശരിക്കും അവിടെ ചെന്നപ്പോൾ ഒരു പ്രാർത്ഥന കൂട്ടായ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഞായറാഴ്ച കുർബാനയും പേഴ്സണൽ പ്രയറുമായിട്ട് അങ്ങനെ പോയി. ശരിക്കും ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. ഈശോയുമായിട്ട് അകലുന്നതിൻ്റെ ഒരു ഇതെനിക്ക് മനസ്സിൽ തോന്നി തുടങ്ങി. പക്ഷേ എങ്കിലും ജോലിയുമായിട്ടുള്ള തിരക്കുകളിലൊക്കെ അങ്ങനെ അങ്ങ് പോയി. 3 വർഷത്തോളം ബോംബെയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായിലോട്ടുള്ള എക്സാം എഴുതി. ഈശോ എന്നെ ആഗ്രഹിച്ച് ദുബായിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സായി ദുബായിൽ വിസിറ്റേഴ്സിക്ക് വന്നു. അധികം അലച്ചിൽ കൂടാതെ തന്നെ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി. തിരിച്ച് നാട്ടിൽ പോയി പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറി തിരിച്ചു വന്നു. അപ്പോൾ നല്ല ജോലി എനിക്ക് ദൈവം തന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓഫും അവധികളൊക്കെ കിട്ടി. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണമെന്നോ അങ്ങനെ ആദ്യത്തെ ആഗ്രഹമൊക്കെ ഇപ്പോൾ തോന്നുന്നില്ലാത്ത പോലെ തോന്നി. എങ്കിലും പേഴ്സണൽ പ്രയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, നമുക്കിവിടെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു പ്രയർ കൂട്ടായ്മയുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം പ്രയറുണ്ട്, തീർച്ചയായും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കതിന് പോയില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല സാലറി ഉണ്ട്, നല്ല ജോലിയുണ്ട്,
പള്ളിയിൽ പോയാൽ പോരെ, എന്തിനാണ് പ്രെയർ കൂട്ടായ്മയിൽ പോകണം എന്നുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആ സിസ്റ്റർ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എന്നോട് പറയും ഇങ്ങനെ പ്രെയറിന് വരണം, കൂട്ടായ്മയിൽ വരണമെന്ന്. അപ്പോൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഞാൻ പോകാതിരിക്കുമ്പോൾ സിസ്റ്റർ പരിഭവമൊന്നും പറയത്തില്ല, എന്താ വരാത്തതെന്ന് ചോദിക്കില്ല, വീണ്ടും അടുത്ത ആഴ്ച വരണമെന്ന് പറയും. ആ പ്രെയറിൻ്റെ ദിവസമാകുമ്പോൾ എന്നെ റിമൈൻഡ് ചെയ്യിക്കും. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സിസ്റ്ററിൻ്റെ മുഖത്തെ സന്തോഷവും ആ പേഷ്യൻസിനോടുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ പിന്നെ ആ സിസ്റ്റർ എന്നോടുള്ള ഒരു കരുതൽ, എന്നെ കരുതുന്നത് പോലെ എനിക്ക് തോന്നി. എന്നെ ആ പ്രെയറിന് കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു കരുതലായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ദിവസം സിസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ പള്ളിയിൽ വന്നു. നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി പ്രയർ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് വന്നു. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് നല്ല സ്നേഹമുള്ള, നല്ല ചിരിക്കുന്ന മുഖങ്ങളുള്ള നേഴ്സുമാർ. അവരുടെ കൂടെ പ്രയർ കൂട്ടായ്മയിൽ പോയി പ്രാർത്ഥിച്ചു. ശരിക്കും ഞാൻ നേഴ്സിംഗ് പഠിച്ച സമയം ഉണ്ടായിരുന്ന ജീസസ് യൂത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു കൂട്ടായ്മ പ്രെയർ, അതിൻ്റെ ഒരു മാധുര്യം ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടായ്മയായിരുന്നു അത്. അതായത് ഈശോയ്ക്ക് നമ്മളോട് എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഇതിലെല്ലാം പോയാലും ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും ഈശോയ്ക്ക് നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ ചേർത്ത് തന്നെ നിർത്തും എന്ന കൂട്ടായ്മയിലൂടെ, ആ ഒരു പ്രെയറിലൂടെ എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമായിരുന്നു ആദ്യത്തെ ആ ഒരു പ്രെയർ കൂട്ടായ്മ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ. അടുത്ത ആഴ്ച സിസ്റ്റർ പറയാതെ തന്നെ വരണമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അതുപോലെ തന്നെ എൻ്റെ കൂടെ ആരെങ്കിലും ഈ കൂട്ടായ്മ പ്രെയർ വരാതെയുണ്ട്, ആരെങ്കിലും പള്ളിയിൽ പോകാതെ ഉണ്ടെങ്കിൽ അവരെ കൂടി നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് കൂട്ടിക്കൊണ്ട് വരണം, ഈശോയോടൊപ്പം ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കണം എന്നൊരു ചിന്തയും എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി. ഷിനോ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ദുബായിൽ ജോലി കിട്ടി തുടക്കത്തിലെ തന്നെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് എനിക്ക് കടന്നു വരാനുള്ള ഭാഗ്യമുണ്ടായി. നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു കൂട്ടായ്മ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കാൻ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഒരു ചേട്ടൻ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് നേഴ്സസ് മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ്റെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരെയും ഒത്തുചേർത്ത് നേഴ്സസ് മിനിസ്ട്രി നടത്തുവാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും ആ ചേട്ടന് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ചേട്ടൻ്റെ നല്ല മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ വിളിക്കുമ്പോൾ നമുക്ക് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് പോകാനായിട്ട് മനസ്സുകൊണ്ടൊരു ഫീൽ തോന്നുമായിരുന്നു. അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിൽ പോകാനുള്ള ഭാഗ്യം തുടക്കത്തിൽ തന്നെ എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു തരുമായിരുന്നു നമുക്ക് നേഴ്സസ് മിനിസ്ട്രിയിൽ പങ്കെടുക്കാനായിട്ട്. ശനിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് നേഴ്സസ് മിനിസ്ട്രിയിൽ പങ്കെടുക്കാനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു ആ ചേട്ടൻ. അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് നമുക്ക് പോകാനുള്ള വലിയൊരു ചാൻസ് അവിടെ കിട്ടി. അതുപോലെ തന്നെ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി, വചനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ കൂടുതലായിട്ട് ഈശോയിലേക്ക് ഞാൻ അടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കിവിടെ ദുബായിൽ ജോലി കിട്ടിയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ എമർജൻസിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുള്ള എമർജൻസിയാണ്, ഒത്തിരി പേഷ്യൻസ് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ബസ്സൊന്നും കിട്ടാറില്ല, ഞാൻ ടാക്സിയൊക്കെ വിളിച്ചിട്ടാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര ചിന്തയും സ്ട്രെസ്സുമായിരുന്നു. ഇത്രയും നല്ലൊരു ജോലി കിട്ടിയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, എപ്പോഴും സ്ട്രെസ്സാണ്. ചില സന്ദർഭങ്ങളിൽ ഞാൻ നിർത്തിപ്പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ആ വേളകളിലാണ് എനിക്ക് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചതും. അപ്പോൾ അങ്ങനെ അതിലൂടെ എനിക്ക് മനസ്സിനൊരു ധൈര്യം കിട്ടി, നിനക്ക് പറ്റാവുന്നത് ചെയ്യ്, ബാക്കി ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തു. അങ്ങനെ പിന്നീട് അങ്ങനെ ജോലി ചെയ്തപ്പോൾ മനസ്സിൽ നിന്നുള്ള സ്ട്രെസ്സൊക്കെ പോയി. എനിക്ക് ജോലി നന്നായി ചെയ്യാനുള്ള കഴിവ് തന്നു ദൈവം. അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിലൂടെ നമുക്ക് നേഴ്സിംഗ് മേഖല കുറച്ചും കൂടി സന്തോഷകരമായിട്ട് എനിക്ക് ജോലി ചെയ്യാനുള്ള ഫീല് കിട്ടി. നേഴ്സിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് സ്നേഹത്തോടു കൂടിയാണ് നേഴ്സിംഗ് ചെയ്യേണ്ടതെന്നും എനിക്ക് കൂട്ടായ്മയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അവിടെയുള്ള നഴ്സുമാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും ഈശോയെ കൂടുതൽ അറിയുവാനും ആ സ്നേഹത്തിലേക്ക് കൂടുതൽ വരുവാനും നമുക്കുള്ള അവസരവും ഭാഗ്യവും ലഭിച്ചു. നിങ്ങളെപ്പോലെ തന്നെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. 2016 സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ഏതോ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ദുബായ് പള്ളിയിൽ മൊബിലൈസേഷൻ നടത്തുന്നതിനിടയിൽ നമ്മുടെ കൂടെയുള്ള ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, ബ്രദറെ, നമ്മുടെ നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് UAE-യിലുള്ള എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് റാസൽ ഖൈമയിൽ വെച്ച് ഗ്രേറ്റസ്റ്റ് കോൾ നടക്കുന്നുണ്ട്, ബ്രദറിന് ഫ്രീ ആണെങ്കിൽ വരാമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ ആ വിളിയോട് പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ഏകദേശം 1 വർഷത്തോളം ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വരുന്നില്ലായിരുന്നു.
അതിനുശേഷം ദൈവം എന്നോട് തന്നെ തോന്നിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഓരോ പ്രാവശ്യം നടക്കുന്ന പ്രാർത്ഥന റിക്വസ്റ്റുകൾ, അതിന് ദൈവം എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതെല്ലാം എനിക്ക് ഓരോ പ്രാവശ്യവും മനസ്സിലാക്കി തന്നത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ആ ഒരു പ്രവർത്തനവും നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആ ഒരു പ്രാർത്ഥന, നമ്മൾ ഒറ്റയ്ക്കല്ല, ഓക്കെ, നമ്മുടെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു അടുപ്പം, ഇതെല്ലാം പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഷാജൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളുടെ ഈ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിൽ കൂടെയുള്ള ഏതെങ്കിലും ഒരു നേഴ്സിന് നമ്മളറിയാവുന്ന ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ അവർ ഉപവാസം എടുത്തും ചെയിനായിട്ടും രാത്രിയുടെ ആരും ഉറങ്ങാതെയൊക്കെ ഇരുന്ന് നമുക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും അത് പ്രാർത്ഥിച്ച് നേടിയെടുത്തിരിക്കും. എൻ്റെ പപ്പായ്ക്കാണെങ്കിൽ തന്നെ ഈ നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ വന്നതിന് ശേഷം ഒരു വലിയ അപകടം ഉണ്ടായി. ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആപത്തായിരുന്നു. പക്ഷേ അതിൽ ഒരു പോറൽ പോലും പറ്റാതെ പപ്പ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ആദ്യമേ ഞാൻ എത്രത്തോളം പ്രാർത്ഥിച്ചോ അതിൻ്റെ 10 മടങ്ങ് ഈ നേഴ്സുമാർ എൻ്റെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, നമ്മൾ നേഴ്സുമാർ അവിടെ വരുന്ന നേഴ്സുമാർക്ക് വേണ്ടിയിട്ടല്ല ശരിക്കും പ്രാർത്ഥിക്കുന്നത്. ലോകത്തെ ഏതൊക്കെ നേഴ്സുമാർ അവരുടെ കുടുംബങ്ങളിൽ വിഷമം അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല നേഴ്സുമാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് നേഴ്സസ് മിനിസ്ട്രിയുടെ നമ്മുടെ പ്രെയർ ഗ്രൂപ്പ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൂട്ടായ്മയുടെ ഒത്തിരി പ്രാർത്ഥനകൾ ഇവിടെ നടക്കുന്നുണ്ട്. നൈറ്റ് വിജിൽ നടക്കുന്നുണ്ട്, നമുക്ക് ജാഗരണ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഖണ്ഡ ജപമാലകൾ സെപ്റ്റംബർ മാസത്തിലെ 8 ദിവസത്തുള്ള അഖണ്ഡ ജപമാലകൾ നടക്കുന്നുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവിടെ ഈശോയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ ഈശോയിലേക്ക് അടുക്കുവാനും ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാനും നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ദുബായ് പോലുള്ള ഒരു നഗരത്തിൽ നമ്മൾ എന്ത് തെറ്റിലേക്ക് വേണമെങ്കിലും എന്തൊരു പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു യൂറോപ്യൻ കൺട്രി പോലെ തന്നെ നല്ല സ്വാതന്ത്ര്യമുള്ളൊരു നഗരമാണ് ഈ ദുബായ്. നാട്ടിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് വിരസമായിട്ട് തോന്നുന്ന ഒറ്റപ്പെടലിൻ്റെ സമയങ്ങളിലൊക്കെ നമുക്ക് ഏത് പാവത്തിലേക്ക് വേണമെങ്കിലും ചായാവുന്ന ഒരു സ്ഥലമാണ് ദുബായ്. പക്ഷെ നമ്മൾ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ആ പാവത്തിൽ നിന്നെല്ലാം നമ്മളെ ഈശോ അകറ്റി നിർത്തി അവൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർക്കുന്നു. ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൂട്ടായ്മയിലേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി ലോകത്തിൻ്റേതായ കാര്യത്തിൽ നിന്നുമെല്ലാം അകന്ന് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് എനിക്ക് ഒത്തിരിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ജീവൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്കും എല്ലാ ശനിയാഴ്ചത്തെയും പ്രാർത്ഥനകൾ, എല്ലാ തിങ്കളാഴ്ചത്തെയുള്ള ഇൻ്റർസെഷൻ പ്രെയർ, പിന്നെ മാസത്തിൻ്റെ എല്ലാ മാസവും ഉള്ള നൈറ്റ് വിജിൽ, ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ, പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന വേർഡ് ഓഫ് ഗോഡ്, അതല്ലാതെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഇതെല്ലാം കൂടുതൽ നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ആണ് നമ്മളെല്ലാം ഈ ഒരു പ്രാർത്ഥനകളിലേക്ക് എത്തിയതും ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കുന്നതും ദൈവത്തോട് കൂടുതൽ ആവശ്യങ്ങൾ പറയുവാനായിട്ടും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ കൂട്ടായ്മയോടെയുള്ളൊരു പ്രാർത്ഥന, ഇതെല്ലാം സാധിച്ചതും ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. ശരിക്കും നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം വീണ്ടും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, നമ്മുടെ പേഷ്യൻസിൻ്റെ മുന്നിൽ നമുക്ക് കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനായിട്ടും ഓരോ പേഷ്യൻസിനെയും കണ്ടുകൊണ്ട് അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ടും അവരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ടും എനിക്ക് കൂടുതലും ആ ഒരു കരുണ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പേഷ്യൻസ് നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അനുഭവം, നമ്മളെ തന്നെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന ഒരു അനുഭവം, എനിക്കത് പലപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു കരുണ, അല്ലെങ്കിൽ ദൈവം നമ്മളിലൂടെ എന്തൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് കൂടുതലായിട്ട്. ഒരിക്കൽ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പേഷ്യൻറ്റ്, അദ്ദേഹം വെന്റിലേറ്ററിലാണ്. ഓരോ ദിവസവും തിരികെ വീൻ ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തെ നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറം അദ്ദേഹം വീണ്ടും വെന്റിലേറ്ററിൻ്റെ ഫുൾ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളാണ്. അത്രയും നാളെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടായിരിക്കാം ഒരു ദിവസം എന്നെ ചേർത്ത് നിർത്തി അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. ഏകദേശം 2 ദിവസത്തിന് ശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അന്ന് എനിക്ക് ഒരു പേഷ്യൻ്റ് എന്നെ ബ്ലസ് ചെയ്ത് എന്നതിനപ്പുറം എനിക്കൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു,
ഓരോ പേഷ്യൻറ്റിനും നമ്മളിൽ നിന്ന് എന്തും വേണ്ടി ആഗ്രഹിക്കുന്നു, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു നഴ്സിൻ്റെ ജീവിതത്തിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന ഒരു രോഗിയുടെ അനുഗ്രഹം ലഭിക്കുക, അവരുടെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്കും ഒത്തിരി സന്തോഷമാണ്. നല്ല സ്നേഹത്തോടുകൂടി ജോലി ചെയ്യുവാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല ശുശ്രൂഷ, ഏറ്റവും നല്ല കെയർ നമ്മളുടെ സന്തോഷത്തിലൂടെ ഈശോയുടെ സ്നേഹവും അവർക്ക് കൊടുക്കുവാൻ നമ്മുടെ ഈ നഴ്സിംഗ് മേഖലയിൽ നമുക്ക് കഴിയും. ശരിക്കും തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ICUവിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പേഷ്യൻ്റ് നമ്മൾ മെഡിസിൻ്റെ സെഡേഷനിലായിരിക്കും, ചിലർ വളരെയേറെ വേദനകളിലായിരിക്കും ചിലപ്പം വെന്റിലേറ്ററിൽ ICUവിൻ്റെ അകത്ത് കഴിയുന്നത്. ഒരു ചില്ലുകൂടിനകത്ത് ഒരാൾ ഒറ്റയ്ക്ക് കഴിയുക എന്ന് പറയുന്നത് ചിലപ്പോൾ നേഴ്സുമാർക്ക് നമ്മൾ എപ്പോഴും ആളുടെ അടുത്ത് പോയിട്ട് പേഷ്യൻറ്റിനോട് സംസാരിക്കാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. ആ ഒരു അവസ്ഥയിൽ അവർ ഏതൊക്കെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ, ശരീരത്തിനെക്കാട്ടിലുപരി അവരുടെ മനസ്സ് ഏതൊക്കെ മേഖലയിലൂടെ എത്രമാത്രം വിഷമങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാനായിട്ട് ചിലപ്പം പറ്റിയെന്ന് വരികയില്ല. ആ സാഹചര്യങ്ങളിൽ നമ്മുടെ സ്നേഹപൂർവമായ ഒരു സാമീപ്യം, ചിലപ്പോൾ നമ്മുടെ ഒരു ചിരി, ചിലപ്പോൾ നമ്മുടെ ഒരു സ്പർശനം, ഇതൊക്കെ അവർക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെയേറെയാണ്. അതുപോലെ തന്നെ എമർജൻസിയിലൊക്കെ പെട്ടെന്ന് പേഷ്യൻ്റ് ആക്സിഡൻ്റൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ അവരുടെ കൂടെ ആരും ഉണ്ടാവില്ല, അവരുടെ റിലേറ്റീവ്സ് ആരും ഉണ്ടാവില്ല. അവർ ആകെ പേടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. പെട്ടെന്ന് എമർജൻസിയിലേക്ക് വരുന്നു, നമ്മൾ കുറേ മെഡിസിൻ കൊടുക്കുന്നു, മോണിറ്റർ അറ്റാച്ച് ചെയ്യുന്നു, ആകെ പേടിച്ച് ഭയന്നിരിക്കുന്ന പേഷ്യൻസിനെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അവരോട് സാരമില്ല, കുഴപ്പമില്ല, ഇത്രയേ ഉള്ളൂ എന്ന് അവരുടെ അടുത്ത് നമ്മളൊരു വാക്ക് പറയുമ്പോൾ, സ്നേഹത്തോടു കൂടി പറയുമ്പോൾ അത് ഒത്തിരി അവർക്ക് അതുകൊണ്ട് അവർക്കൊരു സമാധാനം കിട്ടുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഈ നഴ്സിംഗിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വകഭേദമില്ലാതെ ചെറിയവർ തൊട്ട് വലിയവർ, പ്രായമായവർ വരെ ഒരുപാട് പേർക്ക് നമ്മൾ ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. ഈവൻ അവർ ഹോസ്പിറ്റലിൽ അവരുടെ ശരീരത്തിൻ്റെ വേദന കൊണ്ടായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ അവർക്ക് ശുശ്രൂഷ കൊടുക്കുമ്പോൾ, മെഡിസിൻ കൊടുക്കുമ്പോൾ, കെയർ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അവരോട് സംസാരിക്കുകയോ നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിനും അത് വളരെ സന്തോഷമായിരിക്കും. ചിലപ്പം നിരീശ്വരവാദികളായിട്ടുള്ള, ഈശോയെ അറിയാത്ത, ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ വരെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പം ആ രോഗങ്ങളായിരിക്കും ചിലപ്പം അവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വഴി. അത് ചിലപ്പം നമ്മളിലൂടെ ആയിരിക്കും സാധിക്കുന്നത്. അതുപോലെ അവരുടെ രോഗത്തിനോടൊപ്പം തന്നെ ദൈവസ്നേഹം കൂടി നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവരവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവർ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടി ദൈവവിശ്വാസം ആയിട്ട് അവർക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം എന്ന നിലയിൽ നമുക്ക് നേഴ്സുമാർക്ക് കിട്ടിയേക്കുന്ന മറ്റൊരു അനുഗ്രഹം, നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഓരോ പേഷ്യൻസും ചിലപ്പം തയ്യാറാവുന്നുണ്ട്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും പരിചരണവും അവരൊരിക്കലും അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും മറക്കുകയില്ല. എന്നോട് എൻ്റെ പേഷ്യൻസ് പറയുന്നത് അവരുടെ പ്രാർത്ഥനകളിൽ അവരെ പരിചരിച്ച ഓരോ നേഴ്സുമാരെയും അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ദൈവാനുഭവം അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസ് അവരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ടും നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു അവസരവും മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈശോയിലേക്ക് കൂടുതൽ അടുക്കും തോറും നമ്മൾ ആ ഈശോ നമുക്ക് തരുന്ന സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനുള്ള വലിയൊരു കഴിവ് ദൈവം ഈശോ തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഈശോയിലേക്ക് അടുക്കാവോ അത്രത്തോളം നമുക്ക് രോഗികളായിട്ട് കൂടുതൽ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനും അവരെ സ്നേഹത്തോടെ പരിചരിക്കാനുള്ളൊരു കഴിവ് ദൈവം നമുക്ക് സഹായിച്ച് തരുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് പോകുന്നത്. എൻ്റെ ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ ഏലിശ പുണ്യവതിയെ സന്ദർശിച്ചപ്പോൾ ആ പുണ്യവതിക്ക് അങ്ങ് നൽകിയ അനുഗ്രഹവും ആ സന്തോഷവും എന്നെ കാണുന്ന ഓരോ പേഷ്യൻസിനും ഉണ്ടാകുവാൻ വേണ്ടി അങ്ങനെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ രോഗികളിലേക്കും ഈശോയുടെ സ്നേഹം പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം ഈശോയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈശോയായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് നമ്മൾ പറ്റാവുന്നിടത്തോളം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുമ്പസാരം ചെയ്യുകയും അതുപോലെ തന്നെ അനുദിന പ്രാർത്ഥനകളുമെല്ലാം നമുക്ക് ഈശോ നമ്മളിലേക്ക് കൂടുതൽ നിറയുവാനും ആ സ്നേഹം നമുക്ക് പേഷ്യൻസിലേക്ക് കൊടുക്കുവാനും സാധിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ തുടങ്ങി വെച്ച ഈ സൗഖ്യ ശുശ്രൂഷ ഇന്നും തുടരുവാനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോ നേഴ്സുമാരും. ഈ ഒരു ബോധ്യം എല്ലാ നേഴ്സുമാർക്കും ഉണ്ടാകുവാൻ വേണ്ടി ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി
ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.